നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എം ബഷീറാണ് കൊലപാതകി ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. 24 വയസ്സേ ഉള്ളൂ എന്ന ഗ്രീഷ്മയുടെ വാദം തള്ളിക്കൊണ്ടാണ് കോടതി വധശിക്ഷയുമായി മുന്നോട്ട് പോയത്. ഷാരോണും ഗ്രീഷ്മയുടെയും അതേ പ്രായമായിരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പ്രായത്തിന്റെ ആനുകൂല്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയത്. ജഡ്ജി എം ബഷീർ 8 മാസത്തിനിടെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. റഫീഖ എന്ന സ്ത്രീക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇദ്ദേഹം വധശിക്ഷ വിധിച്ചിരുന്നു. വിഴിഞ്ഞത്ത് ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി മൃതദേഹം തട്ടിന് പുറത്ത് ഒളിപ്പിച്ച കേസിലാണ് വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനിയിൽ റഫീഖയെ കഴിഞ്ഞ മെയ് 22-ന് ജഡ്ജി എം ബഷീർ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതുൾപ്പെടെ 4 വധശിക്ഷകളാണ് അദ്ദേഹം ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ വിധിച്ചത്. 2024 ജാനുവരിയിലാണ് എം ബഷീർ അഡീഷണൽ ജില്ലാ സെഷൻ ജഡ്ജിയായി നിയമിതനായത്. ഗ്രീഷ്മയും റഫീഖയും ഉൾപ്പെടെ 4 പേർക്ക് അദ്ദേഹം വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. 2 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 10 പേർക്ക് ജീവപര്യന്തവും വിധിച്ചു. റഫീഖയ്ക്ക് പുറമെ റഫീഖയുടെ മകനും ഇദ്ദേഹം കൊലക്കയർ എന്ന് വിധി എഴുതി. ശാന്തകുമാരി കേസിൽ റഫീഖയെ കൂടാതെ പാലക്കാട് പട്ടാമ്പി വിളയൂർ വള്ളിക്കുന്നത്ത് വീട്ടിൽ അലമീൻ, റഫീഖയുടെ മകൻ വിഴിഞ്ഞം ടൗൺഷിപ്പ് കോളനി ഹൌസ് 44-ൽ ഷെഫീഖ് എന്നിവർക്കും വധശിക്ഷ വിധിച്ചു. നെയ്യാറ്റിൻകര ജില്ലാ സെഷൻസ് കോടതിയുടെ ചരിത്രത്തിൽ വധശിക്ഷ ലഭിച്ച പ്രഥമ കേസായിരുന്നു ശാന്തകുമാരി കൊലക്കേസ്. അമ്മയ്ക്കും മകനും തൂക്കുകയർ ലഭിച്ച കേസും ഇതിനു മുൻപ് സംസ്ഥാനത്തുണ്ടായിട്ടില്ല. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയാണ് ബഷീർ. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൂടി വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് 35 പേരാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 23, കണ്ണൂർ വിയ്യൂർ 4 പേർ വീതം, വിയ്യൂർ അതിസുരക്ഷാ ജയിൽ, തിരുവനന്തപുരം വനിതാ ജയിലിൽ 2 പേർ വീതം എന്നിങ്ങനെയാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കഴിഞ്ഞ വർഷം 14 പേർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിൽ 4 പേരുടെ ശിക്ഷ മേൽക്കോടതി വിവിധ ഘട്ടങ്ങളിൽ ജീവപര്യന്തമാക്കി. സംസ്ഥാനത്ത് അവസാന വധശിക്ഷ നടപ്പാക്കിയത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. റിപ്പർ ചന്ദ്രനെയാണ് അവസാനമായി സംസ്ഥാനത്ത് തൂക്കിലേറ്റിയത്. 34 വർഷങ്ങൾക്ക് മുമ്പ് 1991 ജൂലൈ 6-നായിരുന്നു അത്. റിപ്പർ ചന്ദ്രൻ എന്നറിയപ്പെട്ടിരുന്ന നീലേശ്വരം കരിന്തളം സ്വദേശി മുതുകുറ്റി ചന്ദ്രനെയാണ് തൂക്കിലേറ്റിയത്. ആരാച്ചാർ ഇല്ലാതിരുന്നതിനാൽ അന്നത്തെ ജയിൽ സൂപ്രണ്ട് അരയ കണ്ടിപ്പാറ പച്ച ഹൌസിൽ NP കരുണാകരനാണ് വധശിക്ഷ നടപ്പാക്കിയത്. 14 പേരെയാണ് ചന്ദ്രൻ തലക്കടിച്ചു കൊന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളെ ഭീതിയിലാഴ്ത്തിയ കൊലപാതക പരമ്പര 1980-85 കാലത്തായിരുന്നു. തളിപ്പറമ്പിൽ വീട്ടമ്മയുടെ കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ മകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രനെ പോലീസ് തിരിച്ചറിഞ്ഞതും കർണാടകയിലെ ശിവമൊഗ്ഗയിൽ നിന്ന് പിടികൂടിയതും. സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചപ്പോൾ ചന്ദ്രൻ രാഷ്ട്രപതിക്ക് ദയാ ഹർജി നൽകി. അതും തള്ളിയപ്പോഴാണ് വധശിക്ഷ നടപ്പാക്കിയത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 4 പേർ ഇപ്പോൾ കണ്ണൂർ ജയിലിലുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീകളിൽ തൂക്കിലേറ്റപ്പെട്ടത് ഒരേ ഒരു വനിതയാണ്, രത്തൻബായ് ജെയിൻ. ഭർത്താവിലുള്ള സംശയമാണ് രത്തൻബായി കൊലപാതക പരമ്പരയിലേക്ക് നയിച്ചത്. ഒരു ക്ലിനിക്കിലെ മാനേജറായിരുന്നു രത്തൻബായ്. അവിടെ ജോലി ചെയ്തിരുന്ന 3 യുവതികൾക്ക് തന്റെ ഭർത്താവുമായി ബന്ധമുണ്ടെന്ന് അവർ സംശയിച്ചിരുന്നു. അങ്ങനെ രത്തൻബായ് 3 പേരെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 1985 ജാനുവരി 3-ന് ഡൽഹി ജില്ലാ ജയിൽ വധശിക്ഷ നടപ്പാക്കി. ഡൽഹി സെഷൻസ് കോടതിയുടെ വധശിക്ഷ പഞ്ചാബ് ഹൈക്കോടതി ശരിവെച്ചതോടെയാണ് രത്തന്റെ കഴുത്തിൽ കുരുക്ക് വീണത്.